ഈ കാണുന്നത് ഞാനിവിടെ 1038 രൂപയ്ക്ക് മേടിച്ച കോഡ്ലെസ് മൈക്കാണ്. അപ്പോൾ ഇതുപോലുള്ള വയർലെസ് മൈക്കുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബ്ലോഗ് ചെയ്യുന്നവരൊക്കെയാണ്. ഞാനിവിടെ മേടിച്ചേക്കുന്നതിൽ 2 മൈക്കും ഒരു റിസീവറാണ് വരുന്നത്. ഇതെല്ലാം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസീവർ നമുക്ക് ഫോണിലും ലാപ്ടോപ്പിലും അതുപോലെ ആംപ്ലിഫയറുകളിലെല്ലാം കണക്ട് ചെയ്ത് മൈക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു റിസീവർ ഓൺ ചെയ്ത് ഈ ഒരു മൈക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തമ്മിൽ കണക്റ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. 2 മൈക്കുകളിലും ഈ കാണുന്ന പോലെ 3 സ്വിച്ചുകളാണുള്ളത്. ഒന്നാമത്തെ ഈ ഒരു ബട്ടൺ തന്നെയാണ് ഓൺ ഓഫും അതുപോലെ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ള 2 ബട്ടണുകൾ വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ളതാണ്. പിന്നെ മൈക്കിൻ്റെ ചാർജിങ് സൗകര്യം വരുന്നത് C ടൈപ്പ് ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ തന്നെയായിട്ടും ഓഡിയോ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 മൈക്കും സെയിം ടൈപ്പ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഹോൾഡർ ക്ലിപ്പും ഉണ്ട്, ഡ്രസ്സിലേക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട്. ഈ കാണുന്നതാണ് റിസീവർ. റിസീവറിൽ ഒരു ബട്ടനാണുള്ളത്. ഓൺ ഓഫും അതുപോലെ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ടും ഈ ഒരു ബട്ടൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ LED ഇൻഡിക്കേറ്ററും ഉണ്ട്. അപ്പോൾ ഈ ഒരു റിസീവർ നമുക്ക് ക്യാമറയിലും അതുപോലെ ഐഫോൺ, ആൻഡ്രോയിഡ് അങ്ങനെയുള്ള ഫോണുകളിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ലാപ്ടോപ്പിലും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിലും ചാർജിങ് സോക്കറ്റ് C ടൈപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ഔട്ട് നമുക്ക് ഈ കാണുന്ന സോക്കറ്റിൽ നിന്ന് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഈ കാണുന്ന പോലെ ചെറിയ ചാർജിങ് കേബിളും കിട്ടിയായിരുന്നു. പിന്നെ ഈ 2 മൈക്കിലും കണക്ട് ചെയ്യാനായിട്ട് 2 ഫിൽറ്റർ കൂടി കിട്ടിയായിരുന്നു. അപ്പോൾ മിക്കവരും സംശയം ഇങ്ങനെയുള്ള മൈക്കുകളൊക്കെ മേടിച്ച് നമുക്കിത് ആംപ്ലിഫയറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് മൈക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ ആംപ്ലിഫയറായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ സൗണ്ട് ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല ഇത് കണക്ട് ചെയ്ത് ഉപയോഗിച്ചാലും. ഇങ്ങനെയുള്ള മൈക്കുകളുടെ ഔട്ട്പുട്ട് ഒരുപാട് സൗണ്ട് ഫ്രീക്വൻസികളൊക്കെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു മൈക്കിൽ നോയിസ് ക്യാൻസലേഷൻ മോഡ് അതുപോലെ റിവർബ് മോഡ് അങ്ങനെയുള്ള പല സെറ്റപ്പുകളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വയർലെസ് മൈക്കുകളൊക്കെ മറ്റുള്ള മൈക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആവറേജ് സൗണ്ട് ക്വാളിറ്റിയൊക്കെയാണ് പ്രതീക്ഷിക്കാവുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് വർക്ക് ചെയ്യിച്ചും കൂടി ഒന്ന് കേൾപ്പിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു മൈക്കിൻ്റെ റിസീവർ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കൂടി ഒന്ന് കേൾപ്പിക്കാം. ഈ രീതിയിലാണ് ഈ ഒരു മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റി. അപ്പോൾ ഇപ്പോൾ കേട്ട പോലെയൊക്കെയുള്ള സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ളതിന് ആംപ്ലിഫയറുകളിലോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറുകളിലൊന്നും കണക്ട് ചെയ്ത് ഇങ്ങനെയുള്ള മൈക്കുകൾ ഉപയോഗിച്ചാലും വലിയ രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റി ഒന്നും കിട്ടില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.